ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഓണം വൈബാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് മലയാളികൾ. വിപണികളിലെല്ലാം വലിയ തിരക്കാണ്. ആഘോഷങ്ങൾക്ക് രുചി കൂട്ടാൻ കേറ്ററിംഗ് സർവീസുകളിലെല്ലാം വിഭവങ്ങൾ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തു നിന്നും റോഷിപാൽ ഉണ്ട്, തൃശ്ശൂരിൽ നിന്നും ജേസൺ ചാമളപ്പിലുണ്ട്, സുനിഷ അയലൂരും നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം റോഷിപാലിക്കാണ്. റോഷിപാൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് പഴയിടം കേറ്ററിംഗിന് മുന്നിലാണ് റോഷിയുള്ളത്. സദ്യയുടെ കാര്യത്തിൽ വമ്പന്മാരാണ്. ഇത്തവണ ഓണസദ്യക്ക് എന്തൊക്കെയാണ് പ്രത്യേകത? വലിയ രീതിയിൽ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ കൂടുന്നുണ്ടോ തലസ്ഥാനത്ത്? പതിവ് പോലെ ഇത്തവണയും തലസ്ഥാനത്ത് ഓണം, അവരുടെ ഓണസദ്യയൊക്കെ ഏതെങ്കിലും കാറ്ററിംഗ് സർവീസ് അല്ലെങ്കിൽ ഹോട്ടൽ തന്നെയാണ് നമ്മൾ പൊതുവെ കാണുന്നതാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുകളെ ഓണസദ്യക്ക് ആശ്രയിക്കുന്ന ഇടങ്ങളിൽ ഒന്ന്. ഏതായാലും ഞാനിപ്പോൾ നമ്മുടെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയപ്പെടുന്ന, രുചി ആഗ്രഹിക്കുന്ന മോഹനൻ നമ്പൂതിരിയുടെ പഴയിടം രുചിയിലാണ്. തിരുവനന്തപുരത്തെ ഹോട്ടലിലാണ്. അവിടെ എല്ലാ ദിവസവും സദ്യയുണ്ട്. പക്ഷേ ഓണത്തിന്റെ സദ്യക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാകും. ഓണസദ്യ രുചിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്ന് പഴയിടം രുചിയിലേക്ക് എത്തിയ ആളുകളുണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ ഒക്കെ പ്രതികരണം എടുത്തിട്ട് നമുക്ക് പഴയിടം രുചിയുടെ ഉടമയായ യദുവിന്റെ പ്രതികരണത്തിലേക്ക് പോകും. അപ്പോൾ വ്യത്യസ്തമായ പായസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം, എങ്ങനെയുണ്ട് പഴയിടത്തിന്റെ സദ്യ? സദ്യ കൊള്ളാം. ആദ്യത്തെ തവണയാണ്. അല്ല, ചില വിഭവങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ ഉണ്ട്. ഈ കായയുടെ എന്തോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അത് കുറച്ച് കൊള്ളാം. അപ്പോൾ നമുക്ക് ഈ ഓണാഘോഷത്തിനിടയിൽ വന്നവരാണെന്ന് തോന്നുന്നു. നമുക്ക് അവരുടെയൊക്കെ പ്രതികരണം. ഓണാഘോഷത്തിനിടയിൽ ഓണസദ്യ ഹോട്ടലിലാക്കി. എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെ. ഒരു ഗ്രൂപ്പ് ആയിട്ടാണല്ലോ. അപ്പോൾ ഇത് ഓണാഘോഷത്തിനിടയിലാണോ അല്ലെങ്കിൽ പർച്ചേസിങ്ങിനിടയിലോ ഒന്നാണ്? ഓണാഘോഷത്തിനിടയിൽ വന്നതാ. ഓഫീസിന്റെ പഴയിടത്തിൽ ചെയ്യാമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്നതാണ്. വിജയ് അസോസിയേറ്റ്സിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, വഞ്ചൂര് കോടതിയുടെ സമീക്ഷ. ഇത് വിജയ് അസോസിയേറ്റ്സിലെ ഓണാഘോഷമാണ്. അവരുടെ സദ്യ ഇവിടെ പഴയുടെ രുചിയിലാണ്. അപ്പോൾ യദു ഉണ്ട്. യദു അടുത്ത ദിവസത്തെ ഓണസദ്യയുടെ ഒരുക്കങ്ങളിലാണ്. ഇടയിൽ നമുക്കൊപ്പം യദു, എങ്ങനെയാണ് ഈ തവണത്തെ ഓണസദ്യയുടെ പ്രത്യേകത എന്താണ്? ഇത്തവണ ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഹോട്ടലുകളായിട്ട് അപേക്ഷിച്ച് ഏറ്റവും അധികം വിഭവങ്ങൾ വിളമ്പുന്നത് തിരുവനന്തപുരത്താണ്. 4 പായസം വിളമ്പുന്നുണ്ട് എല്ലാ ദിവസവും. പിന്നെ ബോളിയുണ്ട്, സ്വീറ്റ്സ് ആയിട്ട് കേസരി ഉണ്ട്, ഉണ്ണിയപ്പം ഉണ്ട്. അപ്പം തിരുവനന്തപുരത്തെ എല്ലാ ആൾക്കാരെയും നമ്മൾ സദ്യ കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ തിരുവോണത്തിന് നമ്മൾ ഇവിടെ വന്ന ഓണസദ്യ കിട്ടും ഉറപ്പായിട്ടും. അകത്തിരുന്ന് കഴിക്കാനുള്ള സംവിധാനം അന്നില്ല. അന്ന് നമ്മൾ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. തിരുവോണത്തിനന്ന് മാത്രം നമ്മൾ, കാരണം ഈ തിരക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടേക്ക് അവേ മാത്രമേ അന്ന് ചെയ്യുന്നുള്ളൂ. തിരുവോണത്തിന് എന്താ സ്പെഷ്യൽ പായസം? തിരുവോണത്തിന് നമ്മൾ 4 പായസമുണ്ട്, കുമ്പളങ്ങ പായസം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെ. അപ്പം കൂടുതൽ ആളുകൾ ബുക്കിംഗ് ഒക്കെ ക്ലോസ് ചെയ്തു. എങ്ങനെയാണ്? ബുക്കിംഗ് എടുക്കുന്നുണ്ട്. ഇന്നും വൈകുന്നേരം വരെ ബുക്കിംഗ് എടുക്കുന്നുണ്ട്. നാളെ രാവിലെയോടെ നമ്മൾ ഏതാണ്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം എന്താ വെച്ചാൽ അതുപോലെ ബുക്കിംഗ് വരുന്നുണ്ട്. സാധാരണ ഇവിടെ സദ്യ ഉണ്ടാവില്ല, ഈ ഹോട്ടലിൽ സദ്യ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും തിരുവോണ സദ്യ. ഉറപ്പായും ഒരു 8 വിഭവങ്ങളോളം എക്സ്ട്രാ അഡീഷണൽ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ എല്ലാ ദിവസവും സദ്യക്കാത്ത വിഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് എന്നും റോയൽ സദ്യ തന്നെയാണ് കൊടുക്കാറ്. പക്ഷേ ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് അധികം വിഭവങ്ങൾ നമ്മളുടേതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പായസം എന്തൊക്കെയാണ്? അന്ന് പായസം അടപ്പെടുന്നവരുണ്ട്, പരിപ്പ് പായസമുണ്ട്, പാലടയുണ്ട്, കുമ്പളങ്ങ പായസമുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സാധാരണയുള്ള സദ്യയിൽ നിന്ന് വ്യത്യസ്തത, ഒരു 8 അധിക വിഭവങ്ങൾ ഈ തവണ പഴയിടം രുചിയിൽ ഉണ്ടാകുന്നതാണ്. ഏതാണ്ട് തിരുവനന്തപുരത്ത് പല കാറ്ററിംഗ് സർവീസുകൾ, ഹോട്ടലുകൾ എല്ലാവരും സജ്ജമാണ്. ഓണം ഈ തവണ ഏറ്റവും നന്നായി ആഘോഷിക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ അവർക്ക് സദ്യ ഒരുക്കാനുള്ള തിരക്കാണ് ഹോട്ടൽ അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസുകളൊക്കെ. സ്മൃതി, ശരി.